ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇത് ഒരു അടിപൊളിയായിട്ടുള്ള ബീഫ് ഫ്രൈ ആണ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. അതിൽ ഞാൻ 1/2 കിലോ ബോൺലെസ് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇതിന്ന് വേവുമ്പോൾ ഇതിന്ന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ കുക്കറിൻ്റെ മൂടിയിട്ടിട്ട് നമുക്കൊന്ന് ഒരു 90% വേവിച്ചെടുക്കാം. കൂടുതൽ ഫുള്ളായിട്ട് വേവിക്കേണ്ട, കാരണം ഇത് ഫ്രൈ ചെയ്യാനുള്ളതല്ലേ. ഇപ്പം ഞാൻ 90% വേവിച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളമൊന്നും കൂടുതലില്ല. ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നീട് ഞാൻ ഒരു 1/2 ടീസ്പൂണ് ചെറുനാരങ്ങ നീരില്ലേ അതുകൂടി ചേർക്കുക. പിന്നീട് അതിലേക്ക് 2 ടീസ്പൂണ് കോൺഫ്ലവർ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ. അത് നമ്മൾ ഈ കോൺഫ്ലവർ ഒക്കെ ഇടുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അതായത് 1/2 ടീസ്പൂൺ മുളക് പൊടി അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുകൂടി ചേർക്കുമ്പോഴേക്കന്നെ ഇത് നല്ല ഒരു കറക്റ്റ് പരുവത്തിലായിട്ടുണ്ടാകും. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പാന് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഈ ബീഫ് കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആകുന്നുണ്ട്. നമുക്കിനി ഇത് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചാൽ മതിയാവും. അപ്പോഴത്തേക്ക് ഇത് ഫ്രൈ ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു 5-10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എല്ലാം മറിച്ചിട്ട് കൊടുക്കണം. ഒരു ഭാഗം നല്ല കുക്കായിട്ടുണ്ട്. ഇനി ഇതും കൂടി മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഞാൻ അടച്ചു വെക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ല ഫ്രൈ ആയി കിട്ടും. ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇതിപ്പോൾ ഫ്രൈ ആയി. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എല്ലാം ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ സവാളയും വഴറ്റാൻ പോകുന്നത്. ശേഷം അതേ പാനിൽ തന്നെ ഞാനൊരു മീഡിയം സൈസ് സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഓയിലിൽ തന്നെയാണ്. നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. കൂടാതെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാം. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അതുപോലെ തന്നെ ഒരു ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ലൊരു എരിവ് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊരു കളറും ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. കുറച്ച് മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ. ശേഷം ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അത് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഫ്രൈ ചെയ്തിരിക്കുന്ന ഈ ബീഫ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാ ഭാഗത്തും മിക്സ് ആവുന്ന തരത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു അടിപൊളിയായിട്ടുള്ള നല്ല ഒരു ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അമർത്തുക. താങ്ക് യു.